പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകുവാനിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ അബ്രഹാം നിന്റെ കർത്താവും രക്ഷിതാവുമായി വിശ്വസിച്ച് ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്നുവോ? ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കൽപ്പനയാകുന്ന ഈ സ്നാനം സ്വീകരിച്ച അനന്തരം നീ ഒരു വിശുദ്ധ ജീവിതം നയിച്ചു കൊള്ളാമെന്നും മാതാപിതാക്കളെ അനുസരിച്ചും ദൈവം നിനക്ക് നൽകുന്ന എല്ലാ സമയത്തും കർത്താവിന്റെ സാക്ഷിയായി ജീവിച്ചു കൊള്ളാമെന്നും കർത്താവിന് ദുഃഖിപ്പിക്കുന്ന ഒരു പാപപ്രവൃത്തിയിലും ഏർപ്പെടുകയില്ല എന്ന് ഈ നിൽക്കുന്ന ദൈവമക്കളുടെയും കർത്താവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മുൻപാകെ നീ പ്രതിജ്ഞ എടുക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നിന്റെ വിശ്വാസത്തിന്റെയും സാക്ഷ്യവചനത്തിന്റെയും മശിഹായുടെ അന്ത്യകൽപ്പന പ്രകാരം ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. Praise the Lord. Hallelujah. Lord Ramana Kadala Kadala Rajana Kadala യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഈ പൈതലിനെ അനുഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. നീ അന്ത്യം വരെയും വിശ്വസ്തനായി ജീവിക്കാം, എന്നാൽ നീയും ജീവകിരീടം പ്രാപിക്കും. ആത്മാവിന്റെ നിറവിൽ അവനെ നിറച്ച് അനുഗ്രഹിക്കണമേ കർത്താവേ. അന്ത്യം വരെ വിശ്വസ്തനായി ജീവിപ്പാൻ ദൈവകൃപ അവന്റെ മേൽ പകരണമേ. കർത്താവിന്റെ ഒരു ധീര പടയാളിയായി ജീവിപ്പാൻ അവിടുത്തെ കൃപ നൽകണമേ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ രക്ഷിക്കുവാൻ തക്കവണ്ണം, നിത്യജീവൻ നൽകുവാൻ തക്കവണ്ണം പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രമോദിച്ചുകൊണ്ടിരുന്ന കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപേ ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ ജനിച്ച് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റനന്തരം പിതാവാം ദൈവത്തിന്റെ ഹിതപ്രകാരം ശുശ്രൂഷ ചെയ്ത് തിരുവെഴുത്തുകളിൻ പ്രകാരം നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിതനായി സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് മരിച്ച് അടക്കപ്പെട്ട് നമ്മുടെ നീതീകരണത്തിനായി 3-ാം ദിവസം മഹിമയോട് ഉയർത്തെഴുന്നേറ്റ അനന്തരം പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് നമുക്ക് വേണ്ടി ഇന്ന് മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുകയും വിശ്വസിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുത്ത് തന്റെ സഭയാം മണവാട്ടിയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയും ആ മണവാട്ടി സഭയെ ചേർക്കുവാൻ എത്രയും വേഗം മധ്യാകാശത്തിൽ കാഹളധ്വനിയോടെ പ്രത്യക്ഷനാകുവാനിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ യദുവിൻ നിന്റെ കർത്താവും രക്ഷിതാവുമായി വിശ്വസിച്ച് ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്നുവോ? ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ കൽപ്പനയാകുന്ന ഈ സ്നാനമേറ്റ് ദൈവസഭയോട് ചേർന്ന് വിശുദ്ധ ആരാധനയിൽ പങ്കെടുത്തും ദൈവവചനം ധ്യാനിച്ചും കർത്താവിനെ ദുഷിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയിലും ഏർപ്പെടുകയില്ല എന്ന് നിന്റെ സഹപാഠികളുടെയും മാതാപിതാക്കളുടെയും മുൻപാകെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനായി ജീവിച്ചു കൊള്ളാമെന്ന് നിന്നെ വീണ്ടെടുത്ത കർത്താവിനെ കുറിച്ച് നിന്നാലാവോളം നിന്റെ സമസൃഷ്ടങ്ങളോട് സുവിശേഷം അറിയിക്കാമെന്നും ഈ നിൽക്കുന്ന വിശുദ്ധ സഭയുടെയും കർത്താവിന്റെയും സന്നിധിയിൽ ഇന്ന് പകൽക്കാലം നീ പ്രതിജ്ഞ എടുക്കുന്നുവോ? ഹല്ലേലൂയ.
കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നിന്റെ വിശ്വാസത്തിന്റെയും സാക്ഷ്യ വചനത്തിന്റെയും മുദ്രയിന്മേൽ ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അന്ത്യം വരെ നീ വിശ്വസ്തനായി ജീവിക്കാം, എന്നാൽ നീയും ജീവകിരീടം പ്രാപിക്കും. ഹല്ലേലൂയ. അവിടുത്തെ വലിയ കൃപ കൊണ്ട് അവനെ നിറയ്ക്കണമേ. അവരുടെ തലമുറയിൽ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയായി അവനെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് അവിടുന്ന് ശക്തീകരിക്കണമേ. അന്ത്യം വരെ വിശ്വസ്തനായി ജീവിപ്പാൻ ദൈവകൃപ അവന്റെ മേൽ പകരണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി എല്ലാവർക്കും വേണ്ടും മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത അസ്വയനായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കഷ്ടം സഹിച്ച് അടികൊണ്ട് ക്രൂശുമരം ചുമന്ന് ഗോൽഗോഥാ മലയിൽ 2 നീചകള്ളന്മാരുടെ മധ്യത്തിൽ തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് നമ്മുടെ നീതീകരണത്തിനായി 3-ാം ദിവസം മഹിമയോടെ ഉയർത്തെഴുന്നേറ്റ അനന്തരം സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുകയും വിശ്വസിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുത്ത് തന്റെ സഭയാ മണവാട്ടിയെ കറ ചുളുക്കം ഒന്നുമില്ലാതെ ഒരുക്കിക്കൊണ്ടിരിക്കുകയും ആ മണവാട്ടി സഭയെ ചേർക്കുവാൻ എത്രയും വേഗം കാഹളധ്വനിയോടെ മധ്യാകാശത്തിൽ പ്രത്യക്ഷനാകുവാനിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ യേശുവിന്റെ കർത്താവും രക്ഷിതാവുമായി വിശ്വസിച്ച് ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്നാനമേറ്റ് കർത്താവിനോട് ചേർന്ന് വിശുദ്ധന്മാരുമായിട്ടുള്ള കൂട്ടായ്മയിൽ സജീവമായി സംബന്ധിക്കുകയും വചനം കേട്ട് വചനത്തിൽ വളർന്ന് വചനത്തിൽ നിലനിന്ന് ഒരു വിശുദ്ധ ജീവിതം നയിച്ചു കൊള്ളാമെന്ന് ലോകത്തോട് അനുരൂപപ്പെട്ട് പോകാതെ മനസ്സ് പുതുക്കി എന്നും രൂപാന്തരം പ്രാപിച്ചു കർത്താവ് എന്ന തലയോളം വളരുവാൻ തക്കോണം ആഗ്രഹിക്കുകയും ഇന്ന് പകൽക്കാലം കർത്താവിന്റെ നാമത്തെ ദുഷിപ്പിക്കുന്ന ഒരു വിഷയങ്ങളിൽ നീ ഏർപ്പെടുകയില്ല. നിന്നെ രക്ഷിച്ച കർത്താവിനെ കുറിച്ച് നിന്റെ സമശിഷ്ടങ്ങളോട് ആവോളം സുവിശേഷം അറിയിച്ചു കൊള്ളാറുണ്ട്. ഈ നിൽക്കുന്ന ദൈവസഭയുടെയും നിന്നെ രക്ഷിച്ച കർത്താവിന്റെയും സന്നിധിയിൽ ഇന്ന് പകൽക്കാലം നീ പ്രതിജ്ഞ എടുക്കുന്നുവോ? Praise God. Hallelujah. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നിന്റെ വിശ്വാസത്തിന്റെയും സാക്ഷ്യവചനത്തിന്റെയും മുദ്രയിന്മേൽ മശിഹായുടെ അന്ത്യകൽപ്പന പ്രകാരം ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അന്ത്യം വരെ നീ വിശ്വസ്തനായി ജീവിക്കാം, എന്നാൽ നീയും ജീവകിരീടം പ്രാപിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നമുക്ക് ലഭിച്ച വലിയ വിജയത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ഗോഡ്. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയുകയാണ്. ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട 3 കുഞ്ഞുങ്ങൾ ഇന്ന് പകൽക്കാലം സ്നാനമേറ്റ് കർത്താവിന്റെ സഭയോട് ചേരുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്തുവല്ലോ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് അവരെ വിളിച്ചു വേർതിരിച്ച അവിടുത്തെ വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. ആ കുഞ്ഞുങ്ങളെ
ഓർത്ത് നന്ദി പറയുന്ന കർത്താവ്, ഇവരുടെ തലമുറയിൽ കർത്താവിന്റെ മഹത്വം കരേറ്റുന്ന നല്ല തലമുറയായി ജീവിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. അവരുടെ മാതാപിതാക്കളെ വിശേഷാൽ അവിടുന്ന് അനുഗ്രഹിക്കണമേ. തീരുവാൻ ഞങ്ങളെയും അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ ദൈവമേ. ഇനിയും എത്രയും വേഗം ഈ സ്നാനജലത്തിലേക്ക് അനേകരെ കടന്നു വന്ന് സ്നാനമേൽക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണമേ. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ച ആമേൻ പാതാള ഗോപുരത്തിന്റെ മേൽ ഞങ്ങൾക്ക് ജയം നൽകിയ സർവശക്തനായ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Praise God. പാദം ചെയ്യുവാൻ തക്കതേ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽക്കുന്നു.